ഓം നമ ശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ആയില്യം, തൃക്കേട്ട, മൂലം എന്നീ നക്ഷത്രങ്ങളുടെ പാദദോഷങ്ങൾ പറയാം. ആയില്യം നക്ഷത്രത്തിൻ്റെ ഒന്നാമത്തെ പാദത്തിൽ ജനിക്കുമ്പോൾ ആർക്കും തന്നെ ദോഷമില്ല. എന്നാൽ രണ്ടാം പാദത്തിൽ ജനനമുണ്ടായാൽ അത് ധനനാശത്തിന് ഇടയാകുകയും മൂന്നാം പാദത്തിൽ ജനിച്ചാൽ അത് മാതാവിന് ദോഷമായും നാലാം പാദത്തിൽ ജനിച്ചാൽ പിതാവിനും ദോഷമാണ്. ദോഷം എന്ന് പറയുമ്പോൾ അത് മരണം തന്നെ ആയിരിക്കണം എന്നില്ല. പകരം ആ പുത്രനെ കൊണ്ട് മാതാപിതാക്കൾക്ക് നിരന്തരം പല ക്ലേശങ്ങളും വന്നു ചേരുകയോ ആയിരിക്കും ഫലമായി വരുന്നത്. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെയും ഒന്നാം പാദത്തിൽ ജനിച്ചാൽ ദോഷപ്രദമല്ല. രണ്ടാം പാദത്തിൽ ജനിക്കുമ്പോൾ അനുജനും, മൂന്നാം പാദത്തിൽ ജനിക്കുമ്പോൾ പിതാവിനും, നാലാം പാദത്തിൽ ജനിക്കുമ്പോൾ ജാതകന് തന്നെയും ദോഷമാണ്. ജനന ദിവസം ചൊവ്വാഴ്ചയായാൽ നാലാം പാദത്തിലെ ജനനം ജ്യേഷ്ഠ സഹോദരനും ദോഷം ചെയ്യുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്രത്തിൽ ജനനം ഉണ്ടാകുമ്പോൾ ഒന്നാം പാദത്തിലെ ജനനം പിതാവിനും, രണ്ടാം പാദത്തിലെ ജനനം മാതാവിനും, മൂന്നാം പാദത്തിൽ ജനിക്കുമ്പോൾ മൂല കുടുംബത്തിലെ സ്വത്തുക്കൾക്കും നാശമാണ് ഫലം. എന്നാൽ നാലാം പാദത്തിൽ ജനിക്കുമ്പോൾ എല്ലാവിധ സുഖങ്ങളും ലഭിക്കുന്നതുമാണ്. മൂലം നക്ഷത്രത്തിൻ്റെ ആദ്യ 3.25 നാഴികയിലെ ജനനം പിതാവിന് കടുത്ത നാശത്തെ ചെയ്യുന്ന ജനനമാണ്. എന്നാൽ ആ കുട്ടി മരിക്കാതെ ജീവിച്ചാൽ വളരെ വലിയ ഉന്നത പദവിയിൽ എത്തുന്നവനും വലിയ ധനവാനും വംശകർത്താവും ആയിരിക്കും. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമ ശിവായ.